റുവാണ്ട എന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ ഉൾനാടുകളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ചില ഗ്രാമീണ വീടുകളും ചന്തകളുമൊക്കെ കണ്ടിട്ട് ബിയുംബ എന്നൊരു പട്ടണത്തിലേക്കാണ് യാത്ര തുടരുന്നത്. എന്റെ സുഹൃത്ത് വൈശാഖ് നമ്പ്യാരോടൊപ്പമാണ് യാത്ര. ഇനി 30-40 കിലോമീറ്റർ കൂടി ഓടിയാലേ ബിയുംബയിലെത്തുകയുള്ളൂ. ബിയുംബ ഗിച്ചുംബി എന്ന ഒരു ഡിസ്ട്രിക്റ്റിന്റെ തലസ്ഥാനമാണ്. പോകുന്ന വഴിക്ക് പാൽക്കുറ്റികളുമായിട്ട് പോകുന്ന ആളുകളെ കാണാം. സൈക്കിളിലാണ് ധാരാളം ഗ്രാമീണർ പോകുന്നത്. ഗ്രാമത്തിലേക്കുള്ള ബസ്സുകൾ കടന്നു പോകുന്നു. അതായത് ചെറിയ ഗ്രാമങ്ങളെ കണക്ട് ചെയ്യുന്ന ബസ്സുകൾ. സൈക്കിളിന്റെ പിറകിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവരുടെ പിറകിൽ ഒരു കുട്ടിയെ കെട്ടിവെച്ചിരിക്കുന്നു. ഇതൊക്കെ ഗ്രാമത്തിലെ കാഴ്ചകളാണ്. 3-4 പാൽക്കുറ്റികളുണ്ട് ചില സൈക്കിളുകളിൽ. ഗ്രാമങ്ങളിലെല്ലാം പാൽ ഉൽപാദനം വലിയ തോതിൽ നടക്കുന്നുണ്ട്. കിഗാലി പട്ടണത്തിലേക്ക് പാലുമായിട്ട് പോകുന്നവരാണിവർ. പുറകിൽ കോൽ കെട്ടിവെച്ച ഒരു സൈക്കിളുമുണ്ട്. അത് കരിയും ഭാരമുള്ള സാധനങ്ങളും അടുക്കി മുകളിൽ വരെ വെച്ചുകൊണ്ടുപോകുന്ന സൈക്കിളാണ്. സൈക്കിളാണ് ഇവിടുത്തെ ഒരു പ്രധാന വാഹനം. അതിന്റെ ഒരു ഗുണം ഗ്രാമീണർക്കെല്ലാം നല്ല ആരോഗ്യമാണെന്നതാണ്. ഏത് ഗ്രാമത്തിൽ നോക്കിയാലും സൈക്കിൾ ചവിട്ടിപ്പോകുന്ന 100 കണക്കിന് ആളുകളുണ്ട്. സൈക്കിൾ ഇല്ലാത്തവർ നടന്നാണ് പോകുന്നത്. ദീർഘദൂര യാത്രക്കാരാണ് ബസ്സിൽ പോകുന്നത്. ഒരു വശത്ത് നദി ഒഴുകിയുണ്ടാകുന്ന ഡെൽറ്റയിൽ മുഴുവൻ കൃഷിയിടങ്ങളാണ്. മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങുമൊക്കെ വിളയുന്ന പാടങ്ങൾ. പിന്നെ ചെറിയ ചെറിയ അങ്ങാടികളിലെത്തുകയായി. ഞങ്ങളിപ്പോൾ ഗിച്ചുംബി ജില്ലയിലേക്ക് കയറിയിരിക്കുന്നു. വഴിയോരത്തെവിടെയും ധാരാളം ആളുകളെ കാണാം. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രാജ്യങ്ങളിലൊന്നാണ് റുവാണ്ട. 15 ലക്ഷത്തോളം ജനങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും ഏതാണ്ട് 1.5 കോടി ജനങ്ങളുണ്ട്. കേരളത്തിന്റെ അത്ര വിസ്തൃതിയേ ഉള്ളൂ ഈ രാജ്യത്തിന്. ഇവരുടെ മറ്റു പല അയൽ രാജ്യങ്ങൾക്കും ഇതിൽ കൂടുതൽ ഭൂവിസ്തൃതിയുണ്ട്. ഇപ്പോൾ ഇടിഗിരി എന്നൊരു പ്രദേശത്തേക്കെത്തുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലെ ചെറിയൊരു പട്ടണം. ഇത് ഇടിഗിരിയിലെ സ്കൂളാണ്. സ്കൂളുകളുടെ നിലവാരം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഗ്രാമങ്ങളിൽ വഴിയരികിലെ കെട്ടിടങ്ങളെല്ലാം പഴയതു തന്നെയാണെങ്കിലും പുതിയ കാലത്തെ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എന്നിവയൊക്കെ മികച്ച നിലവാരത്തിലാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിലവാരം അവയ്ക്കുണ്ട്. ഇവരെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സാണ് കൂടുതലും ഈ രാജ്യത്തേക്ക് വരുന്നത്. മറ്റു രാജ്യക്കാർ ഇവിടെ വരുന്നത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടാണ്. ഇതിലൂടെ പോകുമ്പോൾ ഇവരുടെ ചരിത്രത്തെ മറക്കാൻ നമുക്ക് പറ്റില്ല. വലിയ കൂട്ടക്കൊലയിലൂടെ 1.5 മില്യൺ ആളുകൾ കൊല്ലപ്പെട്ട രാജ്യത്ത് പിന്നെ എങ്ങനെയാണ് 2 വംശങ്ങൾ തമ്മിൽ ഇപ്പോൾ സൗഹാർദ്ദത്തിൽ കഴിയുന്നത് എന്ന് സംശയിച്ചേക്കാം. അതൊരു വലിയ കഥയാണ്. റിക്കൺസിലിയേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെയുണ്ട്. അവർ ഗോത്രങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ, ഡിബേറ്റുകൾ, ആശയവിനിമയം ഇതെല്ലാം നടത്തുന്നതിന് നേതൃത്വം നൽകുന്നു. സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായ ഒരു സംവിധാനം. ഗോത്രങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം നിലനിർത്താൻ ഒരു വകുപ്പ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. മതസൗഹാർദ്ദവും സാമുദായിക സൗഹാർദ്ദവും തകരാതിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന അതിഗംഭീരമായ സിസ്റ്റമാണ് റുവാണ്ടയുടെ നാഷണൽ യൂണിറ്റി ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ. അതിഭീകരമായ വംശീയ യുദ്ധവും കൂട്ടക്കൊലയും നടന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് 1999 റിക്കൺസിലിയേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. പൂർണ്ണ സമാധാനം ഉറപ്പുവരുത്തിയ ശേഷം അത് പിരിച്ചുവിടാനായിരുന്നു പദ്ധതി. എന്നാൽ രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള പുരോഗതിക്ക് കമ്മീഷന്റെ പ്രവർത്തനം അത്യാവശ്യമാണെന്ന് മനസ്സിലായതോടെ 2002 അതൊരു പെർമനന്റ് ബോഡിയാക്കി. ഞങ്ങളിപ്പോൾ റുക്കോണ്ടോ എന്ന ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നാട്ടിലെ ഇടത്തരം പട്ടണങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം ഇതാണ്. കെട്ടിടങ്ങൾക്കൊക്കെ ഇതേ രൂപമായിരിക്കും. 80കളിലെയും 90കളിലെയും ഒക്കെ കെട്ടിടങ്ങളാണിത്. ഇപ്പോൾ പക്ഷേ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നത് ഇങ്ങനെയല്ല. ഇവിടെ ഒരു SOS ഗ്രാമമുണ്ട്. അതാണ് മുകളിൽ കാണുന്നത്. അനാഥരായ കുട്ടികളുടെ ഗ്രാമം. ഇവിടുത്തെ ഭൂപ്രകൃതി രസകരമാണ്. കുന്നുകളും താഴ്വരകളും. ഗിച്ചുംബി ഡിസ്ട്രിക്റ്റിലൂടെയാണ് കടന്നു പോകുന്നത്. മലമുകളിലാണ് ഓരോ പട്ടണവും. നല്ല തണുപ്പാണ്. കാലാവസ്ഥ പൊതുവെ വളരെ സുഖകരം. താപനില 22-23 ഡിഗ്രി സെൽഷ്യസേ എപ്പോഴും ഉണ്ടാകാറുള്ളൂ. രാത്രിയിൽ അത് 12-13 ഡിഗ്രി സെൽഷ്യസ് ആയി താഴുകയും ചെയ്യും.
ഒരു സുഖവാസ കേന്ദ്രത്തിൽ എന്നതുപോലെയാണ് ഇവിടെ ജീവിതം. അടുത്ത കാലത്ത് പണിതതെല്ലാം നല്ല കെട്ടിടങ്ങളാണ്. പ്രത്യേക രീതിയിലുള്ള മേൽക്കൂര. കാർ ബിയുംബ പട്ടണത്തിലേക്ക് അടുത്തു. ബിയുംബ പട്ടണത്തിന്റെ ഒരു ഭാഗമാണിത്. ഇതിവിടുത്തെ ജില്ലാ ആസ്ഥാനമാണ്. ഗിച്ചുംബി ഡിസ്ട്രിക്റ്റിന്റെ ആസ്ഥാന മന്ദിരമാണ് വലതുവശത്ത് കാണുന്ന മോഡേൺ ബിൽഡിംഗ്. എല്ലാ സർക്കാർ ഓഫീസുകളും മോഡേൺ ബിൽഡിംഗുകളിലാണ്. ബിയുംബ പട്ടണത്തിലെത്തുമ്പോഴും തകർന്നതോ ദാരിദ്ര്യം പിടിച്ചതോ ആയ കെട്ടിടങ്ങളൊന്നും അധികം കാണില്ല. എല്ലായിടത്തും അത്യാവശ്യം ഭംഗിയുള്ള പുതിയ കാല കെട്ടിടങ്ങളാണ്. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ബാങ്കുകളുണ്ട്, ഓഫീസുകളുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. എന്തിനേറെ ഗെയിം ബെറ്റിങ്ങിനുള്ള സ്ഥലങ്ങൾ വരെയുണ്ട്. ഇപ്പോസിറ്റ എന്നൊരു ബോർഡ്. ഇതാണ് പോസ്റ്റ് ഓഫീസ്. എല്ലാ വീട്ടുകാർക്കും സ്ഥാപനങ്ങൾക്കും ഓരോ പോസ്റ്റ് ബോക്സും ഉണ്ടായിരിക്കും. കത്തുകൾ വീടുകളിൽ എത്തിക്കില്ല. ആൾക്കാർ ആഴ്ചയിൽ 1-2 തവണ പോയി പോസ്റ്റ് ബോക്സ് തുറന്ന് കത്തെടുക്കുകയാണ് ചെയ്യുക. ഫോർട്ടെ ബെറ്റ് എന്ന ബോർഡ് വെച്ചിരിക്കുന്നത് സ്പോർട്സ് ബെറ്റിങ്ങിനുള്ള ഒരു സംവിധാനമാണ്. എല്ലാ പട്ടണത്തിലും ഫോർട്ടെ ബെറ്റിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടാകും. ഇടതുവശത്ത് കാണുന്ന ലോറികൾ ബിയർ കൊണ്ടുപോകുന്നതാണ്. ബിയറിന് നല്ല കച്ചവടമാണിവിടെ. ഹെനിക്കൻ കമ്പനിയുടെ പല ബ്രാൻഡിലുള്ള ബിയറുകൾ ഇവിടെ വിൽക്കുന്നുണ്ട്. ഞങ്ങൾ ബിയുംബ പട്ടണത്തിന്റെ പ്രധാന ഭാഗത്തേക്കെത്തി. മൊബൈൽ ടവറുകളും വലിയൊരു ടാങ്കുമൊക്കെ മുന്നിൽ കാണാം. ഈ റൂട്ടിലെ ഒരു പ്രധാന പട്ടണമാണ് ബിയുംബ. 70,000-ഓളം ആളുകൾ വസിക്കുന്ന പട്ടണം. ഒരിടത്ത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി നടന്നു. വംശഹത്യയുടെ നാളുകളിൽ വലിയ കൂട്ടക്കൊല നടന്ന ഒരു സ്ഥലമാണിവിടം. ബിയുംബ സ്റ്റേഡിയം മാസ് മർഡർ എന്ന ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവം നടന്ന ഇടം. ആയിരങ്ങളാണ് അന്നിവിടെ മരിച്ചത്. റോഡരികിൽ നിരയൊത്തു നിൽക്കുന്ന ഒരേ രൂപമുള്ള കെട്ടിടങ്ങൾ. പുതിയ റോഡ് പണിതപ്പോൾ കെട്ടിടങ്ങൾ അല്പം താഴെയായിരിക്കുന്നു. ഹോസ്റ്റലിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു ചിലർ. മെത്തയൊക്കെ ആയിട്ടാണ് പോക്ക്. വിദ്യാർത്ഥികളുടെ ഒരു കേന്ദ്രമാണിത്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ബിയുംബയിൽ. ഇതൊക്കെ മൊബൈൽ ഫോണിന്റെ സിം റീചാർജ് ചെയ്യാനുള്ള കേന്ദ്രങ്ങളാണ്. എല്ലാ പട്ടണത്തിലും കാണും ഇങ്ങനെ കുറെ കൗണ്ടറുകൾ. വഴിയരികിലാണ് കച്ചവടം. ഞങ്ങൾ നടന്ന് അവിടുത്തെ ജിനോസൈഡ് മെമ്മോറിയലിനടുത്തെത്തി. മുക്കേറി ജിനോസൈഡ് മെമ്മോറിയൽ. ഒരു വേലിക്കെട്ടിനകത്ത് മരങ്ങളും ചെടികളും പുൽത്തകിടിയുമായി വൃത്തിയോടെ ഒരുക്കിവെച്ച ഒരിടം. 1994-ൽ ഈ രാജ്യത്ത് നടന്ന വംശഹത്യയുടെ ഇത്തരം സ്മാരകങ്ങൾ റുവാണ്ടയിൽ പലയിടത്തുമുണ്ട്. 100 ദിവസങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ മരിച്ചു വീണ സംഭവമാണല്ലോ അത്. ഭീതിതമായ വംശഹത്യാ നാളുകളെ വിസ്മരിക്കാതിരിക്കാൻ ഒരുക്കിയ സ്മാരകം. ആ നാളുകളിൽ ഓരോയിടത്തും ഓരോ വിധത്തിലുള്ള ക്രൂരതകളാണ് അരങ്ങേറിയത്. ടുട്സികൾ ഹുട്ടു വംശജരെ കൊന്ന അത്തരമൊരു സംഭവമായിരുന്നു ബിയുംബ സ്റ്റേഡിയം കൂട്ടക്കൊല. ഹുട്ടു വംശജരായ കർഷകരുടെ ഒരു അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന ഇടമായിരുന്നു ബിയുംബ സ്റ്റേഡിയം. 100 കണക്കിന് അഭയാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. 1994 ഏപ്രിൽ 10 അവിടേക്കെത്തിയ ടുട്സി വിമത സൈന്യം പുറത്തേക്കുള്ള ഗേറ്റുകളെല്ലാം അടച്ച ശേഷം വെടിവെച്ചും ഗ്രനേഡ് തൊടുത്തുവിട്ടും എല്ലാ അഭയാർത്ഥികളെയും കൊന്നു. ഇപ്പോഴത്തെ റുവാണ്ടൻ പ്രസിഡന്റ് പോൾ കഗാമയുടെ കീഴിലുള്ള വിമത സൈന്യമാണ് ആ ക്രൂരത നടപ്പാക്കിയത്. ഇവിടെ നിന്നിനി കിഗാലി പട്ടണത്തിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷേ വഴിയരികിൽ നല്ല റെസ്റ്റോറന്റുകളൊന്നും കാണുന്നില്ല. ഏതായാലും ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം. തന്നെയുമല്ല, എനിക്കിവിടുത്തെ കറൻസി എടുക്കുകയും വേണം. റുവാണ്ടൻ ഫ്രാങ്ക് ആണ് ഇവിടുത്തെ കറൻസി. എന്റെ കയ്യിൽ റുവാണ്ടൻ ഫ്രാങ്ക് തീരെയില്ല. ഇന്നലെയും ഇന്നും എനിക്ക് വേണ്ടി പണമെല്ലാം മുടക്കിക്കൊണ്ടിരിക്കുന്നത് വൈശാഖാണ്. അതിനാൽ പെട്ടെന്ന് കുറച്ച് കറൻസി എടുക്കണം. നമ്മുടെ 1 രൂപ ഇവരുടെ 15 ഫ്രാങ്കിന് തുല്യമാണ്. അയാൻഡം എന്നൊരു ബാങ്ക് കണ്ടു. അവിടെ കയറി കുറെ കറൻസി എടുത്തു. ഇതാണ് അവരുടെ നോട്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ബിയർ വിൽക്കുന്ന കട കണ്ടു. ബിയറെങ്കിൽ ബിയർ. നല്ല വിശപ്പും ദാഹവുമാണല്ലോ. തൊട്ടടുത്ത് റെസ്റ്റോറന്റ് ഒന്നും കണ്ടതുമില്ല. ഓരോ ബിയർ വാങ്ങി കുടിക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. പലതരം ബിയറുകൾ വിൽക്കുന്ന കടയാണ്. ഇവിടെ വെള്ളവുമുണ്ട്, ബിയറുമുണ്ട്. പിന്നെ മദ്യവും വിൽക്കുന്നുണ്ട് ഇവിടെ.
സ്കോൾ എന്നത് ബെൽജിയൻ ബിയറാണ്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്രയാവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ വൃത്തിയെക്കുറിച്ചാണ്. ഈ നഗരം മാത്രമല്ല, ഈ രാജ്യത്തു കൂടി ഞങ്ങൾ സഞ്ചരിച്ച എല്ലായിടവും നല്ല വൃത്തിയിലും വെടിപ്പിലുമാണ് കിടക്കുന്നത്. മാലിന്യം ഒരു നഗരത്തിലും കണ്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ സഞ്ചാരികളായ പലരുടെയും ലേഖനങ്ങളിലും ഇക്കാര്യം കണ്ടിരുന്നു. ഒരു രാജ്യം മൊത്തമായി വൃത്തിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് റുവാണ്ടയാണെന്നാണ് ആ യാത്രികർ പറയുന്നത്. ചിലർ ലോകത്തെ 180 രാജ്യങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ കണ്ട ഏറ്റവും വൃത്തിയുള്ള രാജ്യം ഇതാണ്. സിംഗപ്പൂരിലെ സ്ട്രെയിറ്റ് ടൈംസ് ഒരിക്കൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. സിംഗപ്പൂരിനേക്കാൾ വൃത്തിയുള്ള ഒരു രാജ്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ റുവാണ്ടയിൽ ചെല്ലണമെന്ന്. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് റുവാണ്ട ക്ലീൻ കൺട്രി എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ചു തുടങ്ങിയത്. അതിനുവേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് വിദേശ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം സഹായം തേടി. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു പ്രധാനം. അതിനായി എല്ലാ ആളുകളെയും ഈ ദൗത്യത്തിലേക്ക് പങ്കാളികളാക്കുകയാണ് ആദ്യം ചെയ്തത്. നാട് വൃത്തിയാക്കുന്നതിനൊപ്പം അതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതിലൂടെ കഴിഞ്ഞു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് പൂർണ്ണമായും 2008 തന്നെ നിരോധിച്ചു. 2ാം ഘട്ടത്തിൽ വൃത്തി സംബന്ധിച്ച ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്ക് കനത്ത പിഴ ചുമത്തി. എല്ലാ മാസത്തെയും അവസാനത്തെ ശനിയാഴ്ചകളിൽ ഇവിടെ ഉമുഗാണ്ട എന്നൊരു പരിപാടിയുണ്ട്. എല്ലാ ജനങ്ങളും നാട് വൃത്തിയാക്കാൻ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതാണത്. അങ്ങനെ പല പരിപാടികളിലൂടെയാണ് ഇവർ ഈ ശുചിത്വം നിലനിർത്തുന്നത്. വൈശാഖ് എന്റെ അടുത്ത് ചലഞ്ച് ചെയ്തു. ഈ യാത്രയിൽ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയോ പ്ലാസ്റ്റിക് മാലിന്യമോ കിടക്കുന്നത് കണ്ടാൽ ഒരു റിവാർഡും എനിക്ക് ഓഫർ ചെയ്തു. മുന്നിൽ പോകുന്ന ഈ ലോറി ഉഗാണ്ടയിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ അല്പം മുൻപ് പോയ ബിയുംബയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ കൂടി പോയാൽ ഉഗാണ്ട അതിർത്തിയിലെത്തും. കെനിയയിലെ മൊംബാസയിൽ നിന്ന് ഉഗാണ്ട വഴിയൊക്കെയാണ് ഇവിടേക്ക് ചരക്കെത്തുന്നത്. ഉഗാണ്ടയിൽ നിന്നും ധാരാളം ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. റുവാണ്ട ലാൻഡ് ലോക്ക്ഡ് രാജ്യമായതുകൊണ്ട് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷന് നല്ല കാശ് ചെലവ് വരുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ ഈ വൃത്തിയെക്കുറിച്ച് തന്നെയാണ്. ഇവിടുത്തെ എല്ലാ റോഡിലും ഭംഗിയായി ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഇവിടുത്തെ ഒരു നിയമമുണ്ട്. ഒരാളുടെ പറമ്പിൽ വീഴുന്ന വെള്ളം പൊതുസ്ഥലത്തേക്ക് വരാൻ പാടില്ല. അത് ഫിൽറ്റർ ചെയ്ത് അയാളുടെ ഭൂമിയിലേക്ക് തന്നെ വാർന്നു പോകാനുള്ള ഒരു സംവിധാനം ഓരോ വീട്ടുകാരും ഓരോ ഇൻഡസ്ട്രിയും ഓരോ സ്ഥാപനവും ഉണ്ടാക്കിയിരിക്കണം. അതിന് വലിയ പിറ്റുകൾ ഉണ്ടാക്കും. വീട് പണി നടക്കുമ്പോൾ തന്നെ അത് വന്ന് പരിശോധിക്കും. ഇവർ ചെയ്യുന്നത് ഭൂമിയിലേക്ക് വെള്ളം ഇറക്കി വിടുകയാണ്. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഭൂമിയിലെ ജലത്തിന്റെ അളവ് കൂടും. ഓടകളിലൊന്നും വെള്ളമോ അഴുക്കോ ഉണ്ടാവുകയുമില്ല. ഇത്തരം ധാരാളം ടെക്നിക്കുകൾ റുവാണ്ടയിൽ നിന്നും കേരളത്തിന് പഠിക്കാനുണ്ട്. നാട് നന്നാവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വഴികളുണ്ട്. കുറച്ചുപേർ സൈക്കിളിൽ കാലിക്കന്നാസുമായി പോകുന്നു. കന്നാസുകൾക്ക് ഇവിടെ വലിയ ഡിമാൻഡാണ്. വേറൊരു കൂട്ടർ പാലുമായി സിറ്റിയിലേക്ക് പോവുകയാണ്. സൈക്കിളുകാരെ എവിടെയും കാണാം. അതിസുന്ദരമായ ഗ്രാമങ്ങൾ, മനോഹരമായ കാഴ്ചകൾ, വൃത്തിയുള്ള പരിസരങ്ങൾ, നല്ല തണുപ്പുള്ള അന്തരീക്ഷം. ആഫ്രിക്കയിൽ ഇങ്ങനെയൊരു രാജ്യമുണ്ടെന്ന് നമ്മിൽ പലരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നച്ചോങ്ക പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. നച്ചോങ്കയിൽ വലിയൊരു ചന്തയുണ്ട്. സൈക്കിളുകാരെയാണ് എവിടെയും കാണുന്നത്. സൈക്കിൾ ചവിട്ടലാണ് ഇവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. 90% ആളുകൾക്കും വലിയ രോഗങ്ങളില്ലാത്ത നാടാണ് റുവാണ്ട. സാധാരണഗതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും ഇവർക്ക് വരികയില്ല. വേറെ എന്തെങ്കിലും തരം രോഗം വരുമ്പോഴേ ആശുപത്രിയിൽ പോകുന്നുള്ളൂ. വണ്ടി ഒരു ഉൾവഴിയിലേക്ക് കയറ്റി. ഇവിടെ ഒരു ചന്തയുണ്ട്. അതൊന്ന് ഷൂട്ട് ചെയ്യണം. ചന്തയിലെ ജീവിതം കാണണം. നാട്ടിൻപുറത്തെ ആഴ്ചച്ചന്തയൊക്കെ ഇന്നാട്ടിൽ ഇപ്പോഴും സജീവമാണ്. ഈ ചന്തയിൽ വസ്ത്രങ്ങൾ, ഷൂസ് തുടങ്ങി എന്തും കിട്ടും.
നിത്യോപയോഗത്തിനുള്ള ഏതു സാധനങ്ങളും കിട്ടുന്ന സ്ഥലമാണ് ഇവിടുത്തെ ചന്തകൾ. അത് വളരെ സജീവമാണ്. ചന്ത നടത്തുന്നതിന് ഒരു ഭരണസമിതിയുണ്ട്. ചന്തയുടെ ചീഫ് എന്നൊക്കെ പദവിയുള്ള ആളുകളുമുണ്ട്. പച്ചക്കറിയും മീനും വീട്ടുപകരണങ്ങളും കത്തിയും പാത്രങ്ങളുമൊക്കെ കിട്ടും ഇവിടെ. മൊബൈൽ ഫോണിന്റെ ആക്സസറീസ് വരെ കിട്ടും. ഇത് അടുക്കള ഉപകരണങ്ങളാണ്. അടുപ്പിൽ വെക്കാനുള്ള പാത്രങ്ങൾ മുതൽ അടുക്കളയിൽ പെണ്ണുങ്ങൾക്കുള്ള ഇരിപ്പിടങ്ങൾ വരെയുണ്ട്. ചൂരൽ കൊണ്ട് ചുറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഇരിപ്പിടമാണ്. അതുപോലെ തന്നെ ബെഡ്, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ എന്നിവയെല്ലാമുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു കലാകാരനുണ്ട്. അയാൾ ഒരു ട്രഡീഷണൽ സംഗീതോപകരണം മീട്ടി പാടുകയാണ്. ഉമൂദുരി എന്ന സംഗീതോപകരണമാണ് കയ്യിൽ. റുവാണ്ടയിലും ബറുണ്ടിയിലും പണ്ടുമുതലേ പ്രചാരത്തിലുള്ളതാണ് അത്. 10 പേർ കൂടുന്നിടത്തെല്ലാം പോയി ഇയാൾ പാട്ടു തുടങ്ങും. ഞാനത് പകർത്തുന്നത് കണ്ടപ്പോൾ ആവേശം കൂടി. ഇവരുടെ നാടൻ പാട്ടാണിത്. ചന്തയിൽ കയറിയതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷ്വൽ കിട്ടി. അല്പം ലഹരിയുണ്ട് പാട്ടുകാരന്റെ അകത്ത്. ചുരയ്ക്കകത്തുണ്ട് ഘടിപ്പിച്ച ഒരുതരം വില്ലാണ് ഉമൂദൂരി എന്ന ഉപകരണം. പാട്ടുകാരന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. ഞാൻ നേരത്തെ മാറിയെടുത്ത കറൻസിയിൽ നിന്ന് 1000 ഫ്രാങ്ക് എടുത്തു കൊടുത്തു. പാട്ടുകാരന് ഭയങ്കര സന്തോഷമായി. ആൾ തുള്ളിച്ചാടുന്നു. എല്ലാവരും കണ്ടോടാ എന്ന മട്ടിൽ. ഇന്നത്തെ ദിവസം ആരും ഇയാൾക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ പണം കൊടുത്തത് കണ്ടപ്പോൾ ചുറ്റുമുള്ള കാണികളും കൈയടിച്ചു. നിഷ്കളങ്കരായ മനുഷ്യരാണ്. എല്ലാവരും വട്ടത്തിൽ കൂടി. വ്യത്യസ്തമായ ഒരു പാട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് കുറച്ചുനേരം നിന്നെങ്കിലും പാട്ടുകാരന്റെ പക്കൽ ആ ഒരൊറ്റ പാട്ട് മാത്രമേ ഉള്ളൂ. ചന്തയ്ക്ക് ഔട്ട്ഡോറും ഇൻഡോറുമുണ്ട്. ഇൻഡോറിൽ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ്. സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ വലിയ കടകളോ ഒന്നും ഇപ്പോഴും ഈ ഗ്രാമങ്ങളിലേക്ക് എത്തിയിട്ടില്ല. വീട്ടുപകരണങ്ങളും വീട്ടുസാധനങ്ങളും വാങ്ങാൻ നാട്ടുചന്തയാണ് ഇവർക്കിപ്പോഴും ആശ്രയം. കുട്ടിയെ പുറത്തു കെട്ടിവെച്ച് ഒരു സ്ത്രീ വന്ന് കുശലം ചോദിക്കുന്നു ഒരു കച്ചവടക്കാരിയോട്. അവളുടെ വേഷമൊക്കെ വളരെ രസകരമാണ്. ഇത് കപ്പയിലയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവിഭവമാണ് കപ്പയില. അത് 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചാറുപോലെയാക്കി അതിൽ ഉണക്കമീനും മറ്റും ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമുണ്ട്. ഇതിനിടെ നമ്മുടെ റിച്ചാർഡ് പോയി 2 മുട്ട വാങ്ങിച്ചു. വിശന്നു പൊരിഞ്ഞിരിക്കുകയാണ്. സമയം 4 മണിയായിട്ടുണ്ട്. നല്ല റെസ്റ്റോറന്റ് കാണാത്തതിനാൽ ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഞങ്ങൾ 2 പേരും ഓരോ മുട്ട പുഴുങ്ങിയതും കഴിച്ച് പാട്ടും കേട്ട് കുറേ നേരം കൂടി അവിടെ നിന്നു. അപ്പോൾ വേറൊരു സംഭവമുണ്ടായി. ഒരാൾ വന്ന് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ചന്തയുടെ ലീഡറാണത്രേ. ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ക്ഷമയൊക്കെ പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഇപ്പോൾ നച്ചോങ്ക പട്ടണത്തിന്റെ താഴേക്കെത്തിയിരിക്കുന്നു. കുന്നിന്റെ കുറച്ചു മുകളിലാണ് ചന്ത. ഇവിടേക്കെത്തുമ്പോൾ വേറൊരു കാഴ്ചയുണ്ട്. ഒരു സംഘം പാട്ടുകാർ ഒരു സ്റ്റേജ് കെട്ടി അവർ പാട്ടുപാടുകയാണ്. മുന്നിൽ നിൽക്കുന്നവർക്ക് യൂണിഫോമുണ്ട്. ഇതെന്താണ് സംഭവമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ആളുകൾ കൂടുന്ന ചന്ത ദിവസമാണ്, ഞായറാഴ്ചയുമാണ്. പിന്നീടാണ് മനസ്സിലായത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പരിപാടിയാണ്. ഇവിടെ നിരവധി പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുണ്ട്. കത്തോലിക്ക സഭയിലല്ലാത്തവർ, യഹോവ സാക്ഷികൾ, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള പല പല വിഭാഗങ്ങൾ. അതിൽ ഏതോ ഒരു ഡിനോമിനേഷനാണ് ഇത്. അതിനകത്തേക്ക് ആളുകൾ കയറാതിരിക്കാൻ ഒരു റിബൺ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഒരു ബസ് സ്റ്റോപ്പ് കൂടിയാണ് ഇവിടം. സിറ്റി ബസ്സുകളുടെ ഒരു അവസാന സ്റ്റോപ്പാണ് ഈ നച്ചോങ്ക ഏരിയ. ഒരു പന്തലിനകത്ത് കുറെ ആളുകൾ നിരന്നിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയല്ല പാടുന്നത്, വഴിപോക്കർക്ക് വേണ്ടിയാണ്. ആഫ്രിക്കയിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം സംഘങ്ങളൊക്കെ ഈ രാജ്യത്തിന് ചില സംഭാവനകൾ നൽകുന്നുണ്ട്.
നല്ല സ്കൂളുകളും ആശുപത്രികളും അവർ നടത്തുന്നു. കുറെ നേരം ഞാൻ പരിപാടി കണ്ടുനിന്നു. ഇവിടെ വന്നു കിടക്കുന്ന ബസ്സുകളുടെ നിലവാരം കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. വളരെ വൃത്തിയായിട്ട് സംരക്ഷിക്കുന്ന ക്വാളിറ്റിയുള്ള ബസ്സുകൾ. സിറ്റി സർവീസിന് ഇലക്ട്രിക് ബസ്സും ഡീസൽ ബസ്സുമുണ്ട്. നീല നിറമുള്ള ഈ ബസ്സുകൾ ഡീസലാണ്, പച്ച നിറമുള്ളവ ഇലക്ട്രിക് ബസ്സുകളും. അതിൻ്റെയൊക്കെ ക്വാളിറ്റി നമ്മളെ അത്ഭുതപ്പെടുത്തും. റുവാണ്ട എന്ന ആഫ്രിക്കൻ രാജ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണിത്. ഈ പോകുന്ന ബസ്സുകളുടെയൊക്കെ നിലവാരം നോക്കൂ, അതിഗംഭീരമാണ്. ഇവിടെ വേറൊരു കൂട്ടരുണ്ട്, സൈക്കിൾ ടാക്സികൾ. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 പേർ ഒരു സൈക്കിളിൽ യാത്ര ചെയ്താൽ പെറ്റി കേസ് വരും. ഇവിടെ പക്ഷേ ഇതൊരു വലിയ സംരംഭമാണ്. എല്ലാ ഗ്രാമങ്ങളിലും ആളുകൾ ഓട്ടോറിക്ഷയ്ക്ക് പകരം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് സൈക്കിൾ ടാക്സിയാണ്. അതിന് നിശ്ചിതമായ ഫീസുണ്ട്. ഓരോരുത്തർക്കും റൂട്ടുകളും നിശ്ചയിച്ചിട്ടുണ്ട്. വിശപ്പ് അധികമായി. ഇനി വൈശാഖിന്റെ വീട്ടിൽ പോയി ചോറുണ്ണണം. നേരം 4:30 കഴിഞ്ഞിരിക്കുന്നു.